നമ്മുടെ പുതിയൊരു സീരീസ് പോഡ്കാസ്റ്റ് സീരീസ് ഷോയിലേക്ക് ഫസ്റ്റ് നമ്മൾ ഇത്രയും നാളും ആപ്പിളിന്റെ കാര്യങ്ങൾ ചെയ്തു വന്നുകൊണ്ട് തന്നെ ആപ്പിൾ കൊണ്ട് ഈ കൊല്ലം ഉണ്ടാക്കി തന്ന ആപ്പിളിന്റെ പണി അല്ലെങ്കിൽ ആപ്പിള് നമുക്ക് ഉണ്ടാക്കി തന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഗിഫ്റ്റ് നമുക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. ടു ബിഗിൻ വിത്ത് നമുക്ക് എയർപോർട്ടിന്റെ കാര്യം തന്നെ പറയാം. എയർപോർട്ട്സ് പ്രോ 2 എന്താ മേടിച്ചു, ഉപയോഗിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അല്ല 2 കൊല്ലം ആറായപ്പം കണക്ഷൻ ഇഷ്യൂസ് കൊടുത്തു, റീപ്ലേസ് ചെയ്യാൻ പറ്റിയാല. അത് എൻ്റെ വൈഫിന്റെ കാര്യത്തിലും സെയിം കാര്യമായിരുന്നു. പുള്ളിക്കാരി എയർപോർട്ട്സ് പ്രോ 2 പ്രോ ഫസ്റ്റ് ജെൻ അത് 2 വർഷം ആവുന്ന ആ ഒരു സമയമായപ്പോഴത്തേനും എക്സാക്ട്ലി അതിന് മറ്റേ ഹിസ്സിങ് ഇഷ്യൂസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കൂടെ വന്നിട്ട് അടിച്ചുപോയി. അടിയൊന്നുമല്ല, ബേസിക്കലി അവരുടെ അടുത്ത് പറഞ്ഞു, അവരെ വിളിച്ച് സംസാരിച്ച് ഒരു നമ്മുടെ ടൈം മൊത്തം വേസ്റ്റ് ആക്കി ഒരു കൊറേ നേരം അവരെ പുറകെ നടന്ന് ഭയങ്കര അലമ്പാണ്. നമുക്കൊരു നമ്മളതിനു വേണ്ടി പുറകെ നടക്കണം, അത്രയും കാശ് കൊടുത്തൊരു സാധനം മേടിക്കുന്നത് എന്തിനാണെന്നുള്ളത് നമ്മള്. അത് കഴിഞ്ഞ് ടോണിയുടെ എയർപോർട്ട്സ് എന്റെ എയർപോർട്ട്സ് അടിച്ചായി. അത് 2 വർഷം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ വൈഫിന്റെ പോലെ തന്നെ അത് കിട്ടുമോന്ന് അറിയാൻ വേണ്ടിട്ട് അമ്മ തടിയൊക്കെ ഉണ്ടാക്കി, പറ്റൂല ഇതെന്താണ് സാധനം അങ്ങനെ ഇങ്ങനെ. അപ്പൊ അവര് പറഞ്ഞു നമ്മൾ ട്രൈ ചെയ്യാം സാർ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ ആപ്പിൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞപ്പോൾ ബേസിക്കലി എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരു ട്രിപ്പിൽ പോകുന്ന സമയത്ത്, നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ ഫ്ലൈറ്റിന്റെ മറ്റൊരു എന്റർടൈൻമെന്റ് സിസ്റ്റം ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്യാൻ വേണ്ടി പെയറിങ് കൊടുത്ത് നോക്കിയപ്പം എന്റെ പെയറാവുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഡിവൈസിൽ നിന്ന് ഫോർഗെറ്റ് കൊടുത്തു. ഫ്ലൈറ്റ് ഇരിക്കുമ്പോഴത് ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് റിമൂവ് പെയർ കൊടുത്ത്, ഇത് ഡിവൈസ് റിമൂവ് ചെയ്ത് ബ്ലൂടൂത്തിൽ നിന്ന് റിമൂവ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടും പെയർ ആവുന്നില്ല. ആ ബട്ടണെ ഞെക്കി പിടിച്ചിട്ടൊന്നും ആവുന്നില്ല, വൈറ്റ് ആണല്ലോ, അതൊന്നും ആയില്ല. ലാസ്റ്റ് നമ്മള് എന്ത് ചെയ്തു, എന്തെങ്കിലും ആവട്ടെ ലാൻഡ് ചെയ്തിട്ട് നോക്കാന്നൊക്കെ വിചാരിച്ച് ആ ഫുൾ ട്രിപ്പ് നമ്മള് എയർപോർട്ട് ഇല്ലാതെ പോകേണ്ടി വന്നു. ബിക്കോസ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൺലൈൻ അങ്ങനെ പെയർ ചെയ്ത് നോക്കി, ഇങ്ങനെ നോക്കുക, അങ്ങനെ നോക്കുന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞു. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ ഇവിടെ തിരിച്ച് ദുബായ് വന്നിട്ട് അവരുടെ അടുത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അവര് പറഞ്ഞ് അയ്യോ അത് ഞങ്ങളുടെ ഡിവൈസ് 2 കൊല്ലം ആപ്പിൾ കെയർ ഉണ്ടെങ്കിൽ ഞങ്ങൾ തരാം, ഇല്ലെങ്കിൽ ഇല്ല. എത്ര പെർ പീസ്. എന്റെ 2 ഇതും ബേസിക്കലി ഒന്നുമില്ല, കണക്ഷൻ ഇഷ്യൂ ആണ്. ചെവി വെച്ച് കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ വർക്കാവും, എല്ലാം വർക്കാവും, ചാർജ് കയറും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് കണക്ട് ആവൂല. എന്താ വെച്ചാൽ അത് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്, അതുപോലും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരടുത്ത് നോക്കി, അപ്പൊ അവര് പറഞ്ഞു അത് ഡിവൈസ് അടിച്ചു പോയതാണ്, ആ ഇയർ പീസ് പോയതാന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഞാൻ വിചാരിച്ചു എന്ത് പരിപാടി, ഇതൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ അല്ലേ എന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം അവര് പറഞ്ഞു നമുക്ക് നോക്കാം. ഒരു ഡിവൈസിന് 350, ഒരു ഇയർ പീസിന് 350 ദിറംസ് ആ സാധനം എടുത്ത് റീപ്ലേസ് ചെയ്ത് സെയിം സാധനം, കേസ് മാറ്റൂല. ഇയർ പീസ് 2 റീപ്ലേസ് ചെയ്ത് അത് 700 ദിറം അവിടെ പോകും എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡിവൈസിന്റെ കോസ്റ്റോ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ അത് വേണ്ട, പകരം നമുക്ക് ഇവിടെ ഇതൊന്ന് ചെയ്ത് നോക്കാന്ന് വെച്ചാൽ അവരെ സംസാരിച്ച് നോക്കി. അങ്ങനെ അവരെന്ത് ചെയ്തു, കോണ്ടാക്ട് ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 2-3 വീക്സോളം. ബിക്കോസ് നമ്മൾ ഈ ഒരു സാധനം ഒത്തിരി യൂസ്ഡ് ആയിപ്പോയി. ഞാൻ തന്നെ അറിഞ്ഞില്ല. ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് ഇതൊരു യൂസ് ഇല്ലാത്ത ഡിവൈസ് ആണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാനത് എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ടുണ്ട്, ആ ലെവലാദിയാണ് എന്നെ കൊണ്ട് ഇത് എടുപ്പിച്ചത്. അവൻ എന്ത് ചെയ്തു, ഞാൻ പേര് പറയുന്നില്ല, അവൻ എന്നെ കൊണ്ട് ഒരു സ്പൈഡർമാന്റെ സാധനം നെറ്റ്ഫ്ലിക്സിൽ എവിടെയോ അത് മൊബൈലിൽ വെച്ച് എന്നെ കേൾപ്പിച്ച്, അത് വെച്ച് എന്റെ കിളി പോയി. ഞാനിങ്ങനെ സ്പേസിലോടിയൊക്കെ കേട്ടിട്ട് എന്റെ അമ്മ ഇത് ഭയങ്കര സംഭവമാണല്ലോ, അടിപൊളി, നോയ്സ് ക്യാൻസലൊക്കെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഞെട്ടി. അങ്ങനെ ഞാൻ എടുത്തൊരു സാധനം. പക്ഷെ അത് ഓവർ ദ ടൈം നമ്മള് അത് ചെവിയിലുണ്ടെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് യൂസ്ഡ് ആവും നമ്മള്. അത് ഇല്ലാതാവുന്നൊരു സമയമാണ്. നീ അതിന് അഡിക്റ്റഡ് ആയി. എനിക്ക് വയർഡ്, അതുകൊണ്ട് എന്റെ വയർഡ് ഹെഡ്ഫോൺസ് ഉണ്ടല്ലോ, ഞാൻ അത് യൂസ് ചെയ്ത് വയർഡ് യൂസ് ചെയ്തിട്ടൊന്നും എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മള് നോർമലി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ
നമ്മൾ വർക്ക് ചെയ്യുമ്പോഴെല്ലാം ഈ സാധനം ചെവിയിലുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ അറിയത്തില്ല. നമ്മുടെ ലൈഫായിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു പാർട്ടാണ്. നമ്മൾ ഫോൺ എന്താ കോള് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അക്സെപ്റ്റ് ചെയ്ത ഫോൺ കൈ വെച്ചാൽ മതി, നമുക്ക് ഓരോന്ന് അങ്ങനെ ചെയ്യാൻ എളുപ്പം. വർക്ക് ചെയ്യാൻ നേരെ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് വന്നപ്പോഴത്തേനും അതില്ലാതെ അങ്ങനെ പോയി. അവസാനം അവന്മാര് പറ്റിച്ചു, വേണ്ട തരൂലെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മേടിക്കേണ്ടി വന്നു. ബിക്കോസ് അത് നമ്മുടെ ഒരു ഭയങ്കര ഒരു സംഭവമായി പോയി. അത് കാരണം അതിന് ഞാൻ ആപ്പിൾ കെയർ എടുക്കുന്നതാണ്. അതുകൊണ്ട് ആപ്പിൾ കെയർ എടുക്കണം എന്നാണ്. അതായത് ഒരു ഡിവൈസ് എടുത്തിട്ട് നമ്മൾ അതിന് ഫോഴ്സ്ഫുള്ളി ആപ്പിൾ കെയർ എടുക്കേണ്ടി വരും. കാരണം ആപ്പിളിന്റെ ഭാഗത്തുനിന്ന് സർവീസ് സപ്പോർട്ട്സ് ഒന്നും ഭയങ്കര വീക്കാണ്. ഈവൻ നമ്മുടെ 16 Pro മേടിച്ചതിനും ഇതേ സംഭവം തന്നെയാണ്. 16 Pro മേടിച്ചു, 16 Pro Max പുതിയത് വിത്തിൻ 1 വീക്ക് അതിന്റെ ഡിസ്പ്ലേയില് അത് സോഫ്റ്റ്വെയർ ഗ്ലിച്ച് തന്നെയാണ്. സോഫ്റ്റ്വെയർ അത് നമ്മൾ അൺലോക്ക് ചെയ്ത് ഫേസ് ഐഡി വരുമ്പോ, അത് വൈഫിന്റെ ഫോൺ തന്നെ സെയിം, അൺലോക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആ ഫേസ് ഐ ഡി ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഫുൾ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഒരു ചെറിയ ഗ്ലിച്ച് പോലൊരു സാധനം വരും. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് എടുത്ത് 14 days അങ്ങനെ ഒരു സംഭവം അവർ പറഞ്ഞു. അതായത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഒരു 14 daysനുള്ളിലാണ് ഫ്രീ റിപ്ലേസ്മെന്റ് അവർ തരും. ഇപ്പൊ 15 day ആണെങ്കിൽ ഒന്നും കിട്ടൂല. ഇതേ സംഭവമായിരുന്നു 15 Pro Maxൽ എന്നോടും പറഞ്ഞത്. നിങ്ങൾ എടുത്ത് 3 monthsനുള്ളിലാണ് ആപ്പിൾ കെയർ എടുക്കണ്ടേ. എന്റെ 3 months കഴിഞ്ഞ് 3 days ആയി. പറ്റില്ല, ആപ്പിൾ കെയറിന്റെ ആ ഓപ്ഷൻ കഴിഞ്ഞു, 3 days കഴിഞ്ഞു. അപ്പം അത് ഇൻവാലിഡ് ആണ്, ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു 3 days കൂടെ നിങ്ങൾക്ക് അപ്പൊ ആ 3 മാസം നിങ്ങൾ തന്നെ ഗ്യാരണ്ടി പറയുന്നുള്ളൂ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ വേണേ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ചെയ്തത്. നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഇതൊക്കെ തന്നെ. അവര് ബേസിക്കലി ഒരു റീസൺ കണ്ടുപിടിക്കുന്നത് നോട്ട് ടു ഗീവ് യു ദ പ്രോഡക്റ്റ്. എങ്ങനെ നിങ്ങളെ കൊണ്ട് കാശ് കൂടുതൽ എടുപ്പിക്കാം. അത് ആക്ച്വലി ഞാൻ ഈ എയർപോർട്സിന്റെ കേസിൽ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ആപ്പിൾ കെയർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മാറത്തില്ല. അതെന്താ, അപ്പൊ നിങ്ങളുടെ ഡിവൈസിന് ഇത്ര ഉള്ളു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഇത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ഇലക്ട്രോണിക് ഡിവൈസ് അല്ലേ, എന്തുകൊണ്ടല്ല സംഭവിക്കാൻ. നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനമാണ്. ഇലക്ട്രോണിക് ഡിവൈസ് ആണെങ്കിലും ഒരു മിനിമം ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ബ്രാൻഡ് ക്വാളിറ്റി എന്നുള്ള സാധനം ഉണ്ടല്ലോ. അതിപ്പോ ഭയങ്കരമായിട്ട് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ലോക്കൽ ചൈനീസ് കമ്പനികൾ പോലും ഇതിലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതന്നെ. പിന്നെ ഈ ഒരു എക്കോസിസ്റ്റം അതൊരു ഭയങ്കര ട്രാപ്പാണ് ഗൈസ്. 16 Pro Max പക്ഷേ റീപ്ലേസ് ചെയ്ത് കിട്ടി. റീപ്ലേസ് ചെയ്ത് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ ഓടേണ്ടി വന്നത് വിത്തിൻ നോ ടൈം. ഇവിടുന്ന് അബുദാബി വരെ ട്രാവൽ ചെയ്യുക, അവിടെ പോവുക, അവിടുന്ന് അവിടെ ആപ്പിൾ സ്റ്റോറിൽ പോവുക, വേറെ മറ്റേ റിസർവേഷൻ വേണം. അയ്യോ അതില്ല. അപ്പൊ അത് ആക്ച്വലി നമ്മൾ വിളിച്ച് സംസാരിച്ച്, അതായത് ഈ ഡിസ്പ്ലേ ഇഷ്യൂ വന്നു. അപ്പൊ നമ്മൾ ഇവിടെ ആപ്പിൾ സ്റ്റോറിൽ പോയി. അത് ഒരു ദിവസം ഇപ്പൊ മെനക്കാണ്. ഇമാര് വന്ന് അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ അതിന്റെ പുറകെ നടന്ന് എന്നിട്ട് ഇമാര് ചോദിക്കും അയ്യോ അത് മാറി തരണം. അപ്പൊ അങ്ങനെ അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ മറ്റേ മെയിൻ ടീംസിനെ വിളിച്ചോ, ആപ്പിൾ സപ്പോർട്ടിൽ വിളിച്ച് സംസാരിക്കുക, എന്നിട്ട് പറ ഇത് മാറ്റി തരണമെന്ന് പറയാനൊക്കെ. അപ്പൊ നമ്മൾ വിളിച്ച് സംസാരിച്ച് അപ്പൊ അവര് പറഞ്ഞു 14 days 16 days ആയി, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു സ്പെഷ്യൽ അപ്പൊ പുതിയ ഡിവൈസ് ഇത് റിട്ടേൺ കൊടുത്തോളൂ, പുതിയ ഡിവൈസ് ഞങ്ങൾ തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ ഇപ്പൊ തന്നെ കിട്ടൂലെന്ന് ചോദിച്ചു. അയ്യോ അതില്ല, അതൊരു മാസം കഴിഞ്ഞിട്ടുള്ളത്. കട പൊളിച്ച് എന്താണ് പുതിയ ഫോൺ എടുത്തിട്ട് ഫോണില്ലാതെ അത് അടുത്ത ഡേറ്റ് ഉള്ളപ്പോഴേ പറ്റുള്ളതൊക്കെ. ഞാൻ അല്ല ചെന്തോന്നടേ ഇതിങ്ങനെ ചുമ്മാ ഉടായ്പ പരിപാടി. അത് കഴിഞ്ഞിട്ട് നമ്മള് എന്ത് ചെയ്തു, ഇവര് റിട്ടേൺ എടുത്തോളാന്ന് പറഞ്ഞു. പകരം പുതിയ ഫോൺ എവിടെയെങ്കിലും ഓപ്പണിങ്, അതായത് ഷോപ്പിൽ എന്തെങ്കിലും റിസർവേഷൻ മറ്റേ ബൈ ചെയ്യാനുള്ള ഒരു ഇത് എടുത്ത സമയത്ത്, അതാണ് ഈ കുഴപ്പം മൊത്തം. എടുത്ത സമയത്തായതുകൊണ്ട് ഇമാർക്ക് പെട്രോൾ റിസർവേഷൻ സ്റ്റോക്ക് ഇല്ല. അത് അപ്പൊ ഞാൻ ചോദിച്ചു ഹോൾ യുഎയിൽ ഒരെണ്ണം പോലും ഇല്ലേ നിങ്ങൾക്ക് സ്പെയർ വരാൻ. അയ്യോ അതില്ല. ഞാൻ അതെന്തൊരു ഡിമാൻഡാണ്, എങ്ങനെ തള്ളു. ഇവരാകെ 10 പീസ ഉണ്ടാക്കി വെക്കുന്നുള്ളൂ. അത് 10 എണ്ണം കൊടുത്തു കഴിഞ്ഞ് വിറ്റ് പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കുള്ളൂ. ചീത്തയായി പോകുന്ന സാധനം. എങ്ങനെയാണ് ഇവരുടെ പരിപാടി? അത് ഭയങ്കര ഷോയാണ് ആക്ച്വലി. ഇത് ചുമ്മാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി അബുദാബിയിൽ നമുക്ക് വണ്ടി ഉള്ളതുകൊണ്ട് പോകാൻ പറ്റും. ഇല്ലാത്തവർക്ക് എന്ത് മെനക്കേടാ ആലോചിക്കുക. ഇവിടുന്ന് അബുദാബി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ്
2 hours drive 2 hours ഡ്രൈവ്, എത്ര 150 കിലോമീറ്റർ ഈ ഒരു കാര്യത്തിന് ഈ വേണ്ടി. ഒറ്റ കാര്യത്തിന് വേണ്ടി. എന്നിട്ട് ആക്ച്വലി നമ്മള് ലാസ്റ്റ് എന്ത് ചെയ്തു, അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തു. അത് 1.5 മണിക്കൂർ ഡിഫറൻസ് കൊണ്ട് അവിടെ ചെല്ലണം. അപ്പൊ തന്നെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഓൺ ദ വേ വേറൊരു അപ്പോയിന്റ്മെന്റും കൂടെ കിട്ടി. അപ്പൊ എന്ത്, നമ്മൾ രണ്ടും എടുത്ത് കിട്ടുന്ന എല്ലാം എടുത്ത്. അത് കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ അത് തന്നെ പണി, അങ്ങനെ ആരും എടുക്കണ്ടല്ലോ. എന്നിട്ട് ലാസ്റ്റ് നമ്മള് അവസാനം പോയി ഇത് റിട്ടേൺ കൊടുത്തു. അവരൊന്ന് എടുത്ത് കളക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ ഫോൺ പേ ചെയ്ത് അവര് റീഫണ്ടും ചെയ്തു പഴയതിന്റെ. അങ്ങനെ ഒരു സംഭവം. അതൊരു തലവേന പിടിച്ചു. ഇതിന് പുറകെ ഈ ഒരു ലാസ്റ്റ് ഒരു 6 months ആപ്പിളിന്റെ കയ്യിൽ നിന്ന് പണിയോടെ പണിയാണ്. ബാക്ക് ടു 14 Pro Max. 14 Pro Max അത് പോയി ഒരാഴ്ച ഫോൺ. ആ വീഡിയോ നമ്മുടെ കിടപ്പുണ്ട്. അത് നമ്മള് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് വീഡിയോ എടുത്തതാണ്. വണ്ടിന്ന് ഫുട്ബോൾ പോകുന്ന പോലെ ഒരു സാധനം. അതൊരു 6 feet എങ്കിലും മിനിമം പൊങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് വീഡിയോ എടുക്കുന്ന വണ്ടിയിൽ എങ്ങനെ വന്ന് വീണിരുന്നെങ്കിലത്തെ അവസ്ഥയാണ്. പക്ഷെ അത് ആപ്പിൾ കെയർ ഉണ്ടായതുകൊണ്ട് പുതിയ ഡിവൈസ് കിട്ടി. ബട്ട് ഓൾമോസ്റ്റ് 1 week. അതെ അതിന് വേണ്ടി 1 week. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഇനിയും ആപ്പിൾ കെയർ ഉള്ള ഡിവൈസസ് നമ്മൾ ഒരിക്കലും ഇതും കൊണ്ട് ആപ്പിൾ സ്റ്റോഴ്സിൽ പോകരുത്. വളരെ പുവർ വെൽക്കമിങ് ആണ് അവര് നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട്. അല്ലല്ലേ, അതെന്ത് ഇമാര് പറഞ്ഞ നമ്മള് പോയ സമയത്ത് വിഷൻ ലോഞ്ച്, അതുകൊണ്ട് ഒരാളും ഫ്രീ അല്ല. ഈ നാട്ടിലുള്ള ആപ്പിൾ സ്റ്റോറിലുള്ള എല്ലാരും ദുബായിലെ വിഷൻ പ്രോയുടെ ലോഞ്ച് ഉള്ളത് എല്ലാരും ഭയങ്കര ബിസിയാണ്. വിഷൻ പ്രോ അങ്ങോട്ട് ഇറക്കുമ്പോഴേ അതിന് കംപ്ലൈന്റ് വന്നോണ്ടിരിക്കുകയാണല്ലോ. ടെക്നീഷ്യൻസ് എല്ലാം വിഷൻ പ്രോയുടെ പുറകെയാണ്. അവിടെ എങ്കിലും ഒരു മൈൻഡ് വെറുതെ. അവര് പറഞ്ഞു നമ്മുടെ കയ്യിൽ നിന്നുള്ള ഫോൺ പൊട്ടുമ്പോ നമുക്ക് അവിടെ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് വേണം. അതായത് നമ്മൾ ഇത് മുന്നിൽ കാണണം. അപ്പം നിങ്ങള് ഇനി മുതല് ആപ്പിൾ കെയർ ഉള്ളവര് എല്ലാ ആഴ്ചയിലും വെച്ചിട്ട് ഓരോ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ഇത്ര ഉണ്ടാക്കി വെച്ചോണം. അതുകൊണ്ട് പൊട്ടുന്ന നമ്മള് മുൻകറിഞ്ഞ് നേരത്തെ എടുത്ത് വെച്ച് പൊട്ടി അങ്ങോട്ട് പോകുമ്പോ അപ്പോയിന്റ്മെന്റോ ഇല്ല, പൊട്ടുമെന്ന് അറിയത്തില്ല. എന്തൊക്കെ പറയണ്ടേ, നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ചിട്ടേ ഫോൺ പൊട്ടിക്കാറുള്ളൂ. അങ്ങനെ ഒരു സെറ്റപ്പ്. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു ഇതെന്താ. അപ്പൊ നമ്മളിങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ, നമുക്കിങ്ങനെ പൊട്ടുന്ന ഇതൊക്കെ ആക്സിഡന്റലാണ്. സോ അത് അവര് പറഞ്ഞു അയ്യോ അത് പറ്റൂല, അപ്പോയിന്റ്മെന്റ്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ പൊട്ടതുള്ള എങ്ങനെ. സോറി അപ്പോയിന്റ്മെന്റ് വിഷൻ പ്രോയുടെ എല്ലാരും ബിസിയാണ്. അത് കാരണം നമുക്ക് പറ്റൂല. ആപ്പിൾ കെയർ ഉള്ളവര് എല്ലാ ആഴ്ച ഓരോ അപ്പോയിന്റ്മെന്റ് എടുക്കുക, ക്യാൻസൽ ചെയ്യുക. അത് തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്സിഡന്റ് റിപ്ലേസ്മെന്റ്, അത് അതിലും വലിയ കോമഡി. ഡിവൈസ് ഇല്ല. നമ്മള് ഇവരെന്നിട്ട് നമ്മള് പല പല ഷോപ്പിലോട്ട് വിട്ടു. ഇവരുടെ അപ്രൂവ്ഡ് ഇതാണ്. ഈ പറയുന്ന പല അപ്രൂവ്ഡ് ടീംസും വീക്കെൻഡ് വർക്ക് ആവൂല, എല്ലാം വീക്ക് ഡേയ്സിലെ വർക്കിംഗ് ഉള്ളു. അവിടെ ചെന്ന് നമ്മളൊരു സ്ഥലത്ത് പോയപ്പോ അമര പറഞ്ഞു ഇമാർ എന്തോ ഇഷ്യൂ കാരണം റീപ്ലേസ്മെന്റ് ഡിവൈസ് മൊത്തം ആപ്പിൾ എടുത്തോണ്ട് പോയെന്നോ. അതുകൊണ്ട് ഒന്നും പോലെ അമര് വെക്കൂല, എന്തോ പറ്റിക്കാണോ, പണി കിട്ടിക്കാണോ, എന്തെങ്കിലും സംഭവിച്ചാണോ. സോ അത് കഴിഞ്ഞിട്ട് നമ്മള് വിളിച്ച് സംസാരിച്ചു മറ്റേ ആപ്പിൾ വീണ്ടും ആപ്പിൾ സപ്പോർട്ട് കുറച്ചുകൂടെ സംസാരിക്കാൻ നല്ലത്. അതന്നെ. പക്ഷെ കണക്കാ അവര് മറ്റേ താങ്ക് യു വെൽക്കം എന്നൊക്കെ പറഞ്ഞു. കുറച്ചുകൂടെ പൗഡർ എന്താ ഷുഗർ കോട്ടഡ് വേർഡ്സ് ആണ്. കയറി ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സോറി, നിങ്ങൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരിക, മുഖത്തടിച്ചു വരും. ഇത് മറ്റേ ആപ്പിൾ കെയർ അവര് ആപ്പിൾ സപ്പോർട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഇപ്പൊ നേരത്തെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, അത് ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവരെ ഒന്ന് കൺസിഡർ ചെയ്യണം, നല്ല രീതിയിൽ തിരിച്ച് സംസാരിക്കണം എന്നൊക്കെ അവര് പറയും. തെറി പറയാൻ തുടങ്ങി കാണാം ആൾക്കാര് കൂടി. പണ്ട് 5 ഡിവൈസ് വെച്ച് വിട്ടോണ്ടിരുന്ന സെറ്റപ്പ് ആൾക്കാർ ആപ്പിൾ ഫുള്ള് തിരക്കാണ്. ഇപ്പൊ ആളുകൾ മൊത്തം കംപ്ലൈൻസ് ഒക്കെ കൊണ്ട് വരുന്നതെന്ന് തോന്നുന്നു. ഓൾസോ അവിടുത്തെ ഒരു പുള്ളിക്കാരി എന്നെ പറഞ്ഞു ഈ എയർപോർട്സ് Pro 2 കുറെ ഇഷ്യൂസ് ഉണ്ട്, നോർമൽ ഇതിനധികം ഇഷ്യൂസ് ഇല്ല, Pro 2 കുറെ ഇഷ്യൂസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ബാക്ക് ടു 14. സോ 14 Pro Max എന്നിട്ട് നമ്മള് ഇവരെ വിളിച്ച് സംസാരിച്ചപ്പോ ഇവര് പറഞ്ഞു നമ്മള് എമർജൻസി റിപ്ലേസ്മെന്റ് തരാം പറഞ്ഞു. എമർജൻസി 5 ദിവസം ഫോണില്ലാതെ എമർജൻസി റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് 5 ദിവസത്തിനുള്ളിൽ നെക്സ്റ്റ് ഡേ ഡെലിവറി ആയിരിക്കും. അത് സെറ്റപ്പ് ആണല്ലോ, എമർജൻസി എന്നൊക്കെയാണല്ലോ എഴുതിയേക്കുന്നത്.
അപ്പൊ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോ എന്താ 5 ദിവസം എടുത്തടേ. സൺഡേ റിപ്പോർട്ട് ചെയ്ത സാധനം വന്ന് തേഴ്സ്ഡേ. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മള് പുതിയ ഫോണിന്റെ പ്രൈസ് കൊടുക്കണം, പേ ചെയ്യണം. പഴയ ഫോൺ എടുക്കുമ്പോ റീഫണ്ട് ചെയ്യും. അതെ, ആ പഴയ ഫോൺ ഫുൾ ഡിസ്പ്ലേ, ഫോൺ ഫുള്ള് പോയി, ആ ഫുള്ള് ഡിസ്പ്ലേ പോയി, ക്യാമറ പോയി, ബാക്ക് ഗ്ലാസ് എല്ലാം പൊട്ടി. അത് ഫുള്ള് അയച്ചു കൊടുക്കണം. എന്നാല് അത് അവന്മാരെ കിട്ടിയിട്ട് മാത്രമേ അവന്മാര് ആ പഴയ എമൗണ്ട് ഫുൾ, അത് പുതിയ ഫോണിന്റെ എമൗണ്ടാ മേടിക്കുന്ന അവന്മാര്. അത് ഇത്തിരി വൃത്തിയായിട്ട പരിപാടി. ക്രെഡിറ്റ് കാർഡിൽ ആ സാധനം ബ്ലോക്ക് ആയി പോകും, തിരിച്ച് റീഫണ്ട് ആവും. അതന്നെ, അതിപ്പോ കണക്കാ. എന്തായാലും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആപ്പിൾ കെയർ എടുക്കണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഫോണിന്റെ കേസില് നമ്മളൊരു ലൈക്ക് 1200 dirhams സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫോൺ കിട്ടും ആഫ്റ്റർ 2 years. വേർത്താണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് 14 Pro Max 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 14 Pro Max കിട്ടും. നമ്മൾ ഈ നേരത്തെ കാശ് കൊടുത്ത് 2 കൊല്ലം വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ആക്സിഡന്റൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇത് കവേർഡ് ആണ്. പിന്നെ ഈ അത് മാത്രല്ല, ആക്സിഡന്റ് ഡാമേജ് മാത്രല്ല, ഇപ്പോഴത്തെ ക്വാളിറ്റി വൈസ് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. മറ്റേ വര വീഴുന്നത്, പച്ച വര, പിങ്ക് ഡിസ്പ്ലേ, നമ്മൾ ചിലപ്പോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിച്ചു പോയി കഴിഞ്ഞാൽ അതെ പോയി. അത് ഒരു വേറെ പ്രശ്നമാണ്. ഇവന്മാര് അത് ആക്സെപ്റ്റ് ചെയ്യത്തുമില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന്. അത് ഇവരുടെ സപ്പോർട്ട്. ഒന്നാമത്തെ കാര്യം, ഈ ആപ്പിൾ സ്റ്റോഴ്സിൽ ഇരിക്കുന്നവർക്ക് കുറച്ചുകൂടെ ടെക്നിക്കലി അവര് സപ്പോർട്ടീവ് അല്ല. അവര് പുതിയ ഡിവൈസ് വരുന്നവരെ മേടിക്കാൻ വരുന്ന പോലെ വെൽക്കം ചെയ്ത് വിടുന്നു എന്നല്ലാതെ പ്രോബ്ലംസ് സോർട്ട് ചെയ്യാനായിട്ട് അവര് നോക്കുന്നില്ല. ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ അയ്യോ ഇതിങ്ങനെ വന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങള് ആപ്പിൾ കെയർ ഉണ്ടോ, ആപ്പിൾ കെയർ ഉണ്ടെങ്കിൽ എന്നാ പുതിയ ഡിവൈസ്. ഇത്ര ഇവരോട് പറഞ്ഞിട്ടുള്ളൂ. ഇത് എടുത്താൽ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, റെക്ടിഫൈ ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. ആപ്പിൾ കെയർ ഉണ്ടെങ്കിൽ പുതിയ ഡിവൈസ് കൊടുക്കുക, ഇല്ലാത്തവരോട് പോക്കോ ബൈ ബൈ. ഞങ്ങളുടെ ഡിവൈസിന് ഞങ്ങള് 3 മാസത്തേക്ക് കൂടുതലൊന്നും കൊടുക്കാറില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു വന്നാലും ഓക്കെ, ഒന്നും പറയാനില്ല, ഞങ്ങളെ കൊണ്ട് ആപ്പിൾ കെയർ ഇല്ലെങ്കിൽ ടാറ്റ. പക്ഷെ പണ്ട് അങ്ങനല്ലായിരുന്നു. ഈവൻ ആപ്പിൾ കെയർ ഒന്നും ഇല്ലാതെ iPhone X ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഒരു ഡിസ്പ്ലേ ഇഷ്യൂ, iPhone 10 ലൈക്ക് അതിന്റെ iPhone 10 ഇറങ്ങിയ ഡിസ്പ്ലേ ഇഷ്യൂ വന്നതിന്റെ ആപ്പിൾ കെയർ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് അവർ ഡിസ്പ്ലേ മാറി കൊടുത്തായിരുന്നു. സെയിം ഡിവൈസ് ഡിസ്പ്ലേ മാറി കൊടുത്തായിരുന്നു ആപ്പിൾ സ്റ്റോറിൽ, ദുബായ് മോളിൽ ആപ്പിൾ സ്റ്റോറിൽ. അങ്ങനെ വരെ കൊടുത്ത ഇതുണ്ട്. അപ്പം അന്ന് ഓക്കെ ആപ്പിൾ കെയർ ഇല്ലാതെ ഇത് നടക്കുമല്ലോ എന്ന്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇപ്പം വളരെ അവര് ഭയങ്കര എന്താ പറയാ ക്വാളിറ്റി ആൻഡ് കസ്റ്റമർ ഫ്രണ്ട്ലിയിലേക്ക് അവര് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരിക്കലും ആൾക്കാർ ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. വെറുതെ ഇത്രയും ഒരു ക്വാളിറ്റി, പ്രൊഡക്റ്റ് ക്വാളിറ്റിയും താഴ്ന്നുകൊണ്ടിരിക്കുവാണ്, കസ്റ്റമർ ക്വാളിറ്റിയും കസ്റ്റമർ സർവീസ് ക്വാളിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതെ, ഇതിപ്പം മൊത്തത്തിൽ ഒരു അലമ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഇതിപ്പം വന്നിട്ട് എല്ലാരും കൂടെ കുഴപ്പമില്ല, ഇതിന്റെ നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരുടെയും നമ്മുടെ അണ്ണന്റെ ഫാൻസ്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായത്, നമ്മുടെ 16 Pro Max നമ്മളൊരു കേസ് ഓർഡർ ചെയ്തേ. അതൊരു ഭയങ്കര സാരം ഗൈസ്. ഇതാണ് കേസ്. നമ്മള് കുറെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് കണ്ടപ്പോഴാണ് ഞാൻ എടുത്തു പറയാം, ഈ പോർഷൻ വേണ്ടി നമുക്ക് കട്ട് ചെയ്ത്. അതായത് ഇൻസ്റ്റഗ്രാമില് ഇഷ്ടം പോലെ, അതായത് നോർമൽ, അതായത് കോപ്പി കേസസ് ഉണ്ടാക്കുന്ന ഇഷ്ടം പോലെ ടീംസ് ഉണ്ട് സപ്ലൈ ചെയ്ത്. അവരെയൊക്കെ കണ്ട് അവരോടൊക്കെ എനിക്ക് നന്ദി, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി, അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റിയുടെയും കൺസേണിനോടും ഒക്കെ ഏറ്റവും എനിക്ക് ഒരു നന്ദി തോന്നി, അല്ലെങ്കിൽ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയത് കേസ്റ്റിഫൈ എന്ന് പറഞ്ഞ ഇത്രയും പോപ്പുലർ ബ്രാൻഡിന്റെ ഈ ഒരു കേസ് കണ്ടപ്പോഴത്തെ. കേസ്റ്റിഫൈ ഇത്രയും പ്രൈസ് കൊടുത്തു പോകുന്ന സാധനം, എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. പാക്കേജിങ് കണ്ടോ, നല്ല കിടിലം പാക്കേജിങ് എല്ലാം. അതിന്റെ അകത്തതേ ഒരു വെള്ള കവറ്, അതിന്റെ അകത്തതേ മറ്റേ മണി ഓർഡർ വരുന്ന പോലെ സാധനം വരുന്നുണ്ട്. സത്യം പറഞ്ഞ ഇൻസ്റ്റഗ്രാം കേസസ് വരുന്നവര് ഒന്നുമില്ല, ഈ ഒരു കേസ് ഒരു വൈറ്റ് ക്ലിയർ പൗച്ചിലിട്ട് ഇവിടെ ഒരു സ്പോഞ്ചും വെച്ചിട്ട് അവര് ഫോമും വെച്ചിട്ട് തരും. പക്ഷെ അതിന്റെ മിനിമം കേസ് ക്വാളിറ്റി അല്ലെങ്കിൽ പ്രിന്റിംഗ് ക്വാളിറ്റി
അതെന്ത് നല്ലതാണ്. ഇതാ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനാണ് ഏറ്റവും ഇതിനെന്ത് എക്സ്പെൻസീവ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഒരു സാധനത്തിന്റെ ക്വാളിറ്റി. ഇത് ഇവിടെയൊക്കെ പ്രിന്റ് മൊത്തം സ്പ്രെഡ് ആയി, അലൈൻമെന്റ് ഇല്ല, ക്വാളിറ്റി ഒന്നിനും കൊള്ളൂല. മാക്സ് സേഫും ഇല്ല, ഒന്നുമില്ല. ഇതിന്റെ എത്ര 289 ദിർഹംസ്, ഓൾമോസ്റ്റ് 5,000 റുപ്പീസിന്റെ സാധനമാണ്. ആപ്പിളിന്റെ ഒറിജിനൽ പ്രോഡക്റ്റിനെക്കാളും പ്രൈസ് കൂടുതൽ കൊടുത്ത് ഈ സാധനം മേടിച്ചിട്ട്, സത്യം പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫുട്പാത്തിൽ ഇതിലും ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും. അത്രയും ലോക്കൽ ക്വാളിറ്റി. പിന്നെ ഓക്കെ, ഫൈനലി ഇറ്റ് ടേൺഡ് അപ്പ് റീഫണ്ട്. അത് തന്നെ. നമുക്ക് അവര് എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു അത് റിട്ടേൺ ചെയ്യാമോ, വേറെ കേസ് തരാമോ. അപ്പൊ പറഞ്ഞു, നമ്മൾ പറഞ്ഞു അത് നോക്കാം. അപ്പൊ റിട്ടേൺ ചെയ്യാനായിട്ട് അത് നമ്മൾ ബെയർ ചെയ്യണമെന്ന്. ഷിപ്പിംഗ് കോസ്റ്റ് US-ലോട്ടെങ്ങാണ്ട് അതിന് തന്നെ 1000 ദിർഹംസ്, അതായത് 22,000 രൂപ വരും ഷിപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ പറഞ്ഞു അത് പറ്റില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ അവര് പറഞ്ഞു ഹോങ്കോങ്ങിലോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഡബിൾ പ്രൈസ് ആണ്, 10,600-700 ദിർഹംസോളം ഷിപ്പ് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു അതും പറ്റൂല, എക്സ്പെൻസീവ് ആണ്. ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു. അത് ഇങ്ങനെ കുറെ മെയിൽ അയച്ച് അവസാനം അമ്മമാര് പറഞ്ഞു ശരി എന്നാ വേണ്ട, റീഫണ്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. ഏതായാലും 2024 നമുക്ക് ആപ്പിളായിട്ടും ആപ്പിൾ പ്രൊഡക്ട്സ് ആയിട്ടും നല്ല വേറെ കുറെ ബ്രാൻഡ്സ് ആയിട്ടും കേസസ് കാണുന്ന പോലെ അല്ല, പല കിടിലം ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് കച്ചറയാണ് അറിയാം കേസ്റ്റിഫൈയുടെ പ്രോഡക്റ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ നോക്കിയിട്ട് ഇപ്പം ഏറ്റവും ബെറ്റർ നമ്മുടെ നോർമൽ ഇൻസ്റ്റാഗ്രാം പേജസിൽ നിന്ന് തന്നെ സാധനം മേടിക്കുന്നതാണ്. കുറച്ചുകൂടെ ക്വാളിറ്റി കാണും, കുറച്ചുകൂടെ ട്രസ്റ്റബിൾ ആയിരിക്കും എന്ന് തോന്നുന്നു. കുറെ നല്ല പ്രൊഡക്ട്സ് വിൽക്കുന്ന ടീമുകളൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിലും കുറച്ച് കേസസ് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ ടീം അവരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം പ്രൊഡക്ട്സ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്ട്സ് ആണ്. നമ്മുടെ 15 വന്നില്ല, 14 കുറെ പ്രൊഡക്ട്സ് വന്നു. അതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആയിരുന്നു. ഇപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈവൻ ക്ലിയർ കേസ് ആണെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഉണ്ട് നമ്മുടെ. അപ്പം ബെറ്റർ നമുക്ക് അങ്ങനെ, അതാകുമ്പം അവരോട് നമുക്ക് ഒരു ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും എല്ലാം ഉണ്ട്. നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനം, ഈവൻ നമുക്ക് ഇന്ത്യയിൽ നല്ല കേരളത്തിൽ നിന്ന് വരുന്ന സാധനം ആയതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഫോണും ഡാമേജ് കേസ്റ്റിഫൈ എന്നൊക്കെ പറഞ്ഞാലും, കേസ്റ്റിഫൈയുടെ ആക്ച്വലി 14 പ്രോയുടെ സമയത്ത് തന്നെ എനിക്ക് 11 വേണ്ടിയിട്ട് ഒരെണ്ണം വന്നായിരുന്നു. കേസ്റ്റിഫൈന്റെ കോപ്പി ആയിരുന്നു അത്, പക്ഷെ അത് ഇതിനും ബെറ്റർ ആയിരുന്നു. അതും ബാക്കിൽ മറ്റേ കേസ്റ്റിഫൈ ഗ്ലാസ് ഉള്ളതാണ്, താഴെ വീണാൽ പോലും അത് പൊട്ടിയിട്ടില്ല. ഒന്നും അത്രയും ക്വാളിറ്റി ഉള്ളതാണ്. ഷോപ്പിന്റെ പേര് മെൻഷൻ ചെയ്യാം ഈ വീഡിയോയുടെ താഴെ അവരെ ടാഗ് ചെയ്യുന്ന മറന്നുപോയി. 2-3 പേര് അയച്ചു തന്നെ. അപ്പം അതിന്റെ അവരെ എല്ലാരും നമുക്ക് പ്രൊഡക്ട്സ് എല്ലാവരും നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. നല്ല പ്രൊഡക്ട്സ് ആയിരുന്നു അവരുടെ, എല്ലാവരുടെയും നല്ല പ്രൊഡക്ട്സ് ആയിരുന്നു. ഈവൻ 15 പ്രോയുടെ വന്ന് ഒരു ക്ലിയർ കേസ് ഉണ്ടായിരുന്നു. ക്ലിയർ കേസും ഒരു ഫെറാറി കേസും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല പ്രൊഡക്ട്സ് ആയിരുന്നു. ഈവൻ അതിന്റെ ബാക്കില് ഗ്ലാസേൽ ഒരു പ്രൊട്ടക്ഷൻ കവർ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് കമന്റ് ഞാൻ ആളോട് പറഞ്ഞത്, ഞാൻ ആ പ്രൊട്ടക്റ്റീവ് കേസിന്റെ അത് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഒട്ടിച്ചിട്ട് ഫസ്റ്റ് ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേനും ഫുള്ള് ബബിൾസ്. അപ്പൊ ഞാനത് റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേനും ബ്രോ അത് എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് പ്രൊഡക്റ്റ് മാറത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ അതിന് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഈ സാധനം ഒട്ടിച്ച് ലൈക്ക് ഒരു 24 hours കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഈ ബബിൾസും എല്ലാം പോയിട്ട് അത് ഇതുമായിട്ട് സെറ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ആളോട് പറഞ്ഞു ഇത് ഇങ്ങനെയാണ് സംഭവം, ഇത് സംഭവിച്ചത്, അത് ക്ലിയർ ആയെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അത് ആളും ആദ്യമായിട്ട് വന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പുള്ളിക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് നല്ല സാധനമായിരുന്നു. ആദ്യം ഒട്ടിച്ച് കഴിയുമ്പോഴത്തേനും അതിപ്പം ഇവർക്കും നമ്മുടെ കയ്യിലോട്ട് പുതിയ പ്രൊഡക്റ്റ് വന്നു, നമ്മളിത് യൂസ് ചെയ്ത് നോക്കുന്നില്ല. നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞ് മേടിച്ച് യൂസ് ചെയ്യുന്ന ആളുടെ ഫസ്റ്റ് വരുന്ന റിവ്യൂ ഇതാണെങ്കിൽ ആളും പേടിച്ചു, ഇതെന്ത് സംഭവം, ഇങ്ങനെയാണ് സാധനം എന്ന് അറിയത്തില്ലോ നമുക്ക്. അതും ഒട്ടിച്ച് ഒരു കുറച്ചു നേരം കഴിഞ്ഞ് ബബിൾ വരും. നമ്മൾ നോർമൽ സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിക്കുന്ന പോലെ ഒട്ടിച്ചിട്ട് ബബിൾ എന്ത് 24 hours അത് ഇതുമായിട്ടൊന്ന് സിങ്ക് ആയി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 8 to 10 hours കഴിയുമ്പോഴൊന്ന് ബബിൾ എല്ലാം പോയി സെറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഫുള്ള് ബബിൾസ് ഒന്ന് സീറ്റായി വരുള്ളൂ.
നമ്മുടെ ജാഗ്വാർ, the all new Jaguar with the new logo and brand guidelines. ഇലക്ട്രിഫിക്കേഷൻ ആക്കാനായിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ടാക്കാനായിട്ട് അവർ ബ്രാൻഡ് മാറ്റി അല്ലെങ്കിൽ ലോഗോ മാറ്റി എന്ന് പറയുന്ന സാധനം ഫൈനലി അത് അവരെന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് അവർക്ക് തന്നെ അറിയത്തുള്ളൂ. ആസ് എ ഓൾ കോമൺ മാനെ സംബന്ധിച്ച് ആ ഒരു ഐക്കോണിക് ജാഗ്വാർ, ആ ഒരു റോറിങ് എംബ്ലംസ് എല്ലാം മാറ്റിയിട്ട് ആ ഒരു സ്റ്റാൻഡേർഡ് ലോൺ ലോഗോ മാറ്റിയിട്ട് അതിനെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആക്കി ഫാഷൻ സെറ്റപ്പിലേക്ക് മാറ്റി മൊത്തം. അവരതിന് പിന്നിൽ അവരെന്താ ഉദ്ദേശിച്ചതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. മറ്റേ ഒരു നമ്മുടെ ഫോൺ ബ്രാൻഡ്, കാൽപ്പയുടെ ഫോൺ ബ്രാൻഡ് വരുന്നത് നത്തിങ്. അത് ജാഗ്വാർ കോപ്പീസ് നത്തിങ് നത്തിങ് പറഞ്ഞ് കോപ്പിങ് ജാഗ്വാർ എന്ന് പറഞ്ഞിട്ടു. അത് അതിന്റെ അകത്ത് എന്താ പറയാ, ഈ പുരകത്തുമ്പോ മഴ വെട്ടുക എന്നുള്ളതായിട്ട് അമ്മാര് വന്ന് കയറി. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ജാഗ്വാർ ലൈക്ക് ഏത് മാർക്കറ്റിലാണ് ജാഗ്വാർ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ജാഗ്വാർ കാർസ് കൂടുതൽ സെല്ലായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ കേരളത്തിൽ ജാഗ്വാറിന്റെ വണ്ടിക്ക് വലിയ ഡിമാൻഡ് ഒന്നുമില്ല. അതായത് വലിയൊരു എന്താ പറയാ ഔഡി BM ഒക്കെ പോകുന്ന പോലെ അല്ലെങ്കിൽ മെർക്കൊക്കെ പോകുന്ന പോലത്തെ അത്രയും വലിയ സംഭവങ്ങളൊന്നും ജാഗ്വാർ വരുത്തിയിട്ടില്ല. ഈവൻ ലാൻഡ് റോവർ, അവരുടെ അടുത്ത ബ്രാൻഡായ ലാൻഡ് റോവർ പോലും അതിൽ കൂടുതൽ സെല്ലിംഗ് ഉണ്ട്. ബട്ട് ജാഗ്വാർ ഇല്ല. അത് റേഞ്ച് റോവർ പോകുന്നുള്ള പോലൊന്നും ജാഗ്വാർ കയറി പോകുന്നില്ല. ഈവൻ മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ജാഗ്വാർ അത്ര വലിയ സെയിലൊന്നും ഇല്ല. അപ്പം മേ ബി മറ്റേ ഈ സിനിമാക്കാർക്കൊക്കെ ഉള്ള പോലെ അവര് ഈ ജാതകമൊക്കെ നോക്കിയിട്ട് അവര് കളർ മാറ്റി കൊടുത്തതാണെന്ന് എനിക്കൊരു സംശയം. നിങ്ങൾ ആനിമൽസിന്റെ ഇതിരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് സെയിൽ വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ജാഗ്വാറിന്റെ വെളിയിലൊക്കെ ജാഗ്വാറിന്റെ കാർസ് അതൊക്കെ കുറെ ക്ലാസിക് അല്ല, അവിടുത്തെ വെളിയിലത്തെ മാർക്കറ്റ്സ് അറിയത്തില്ല. നമുക്ക് ഇപ്പം ഇന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും ഇപ്പം UAE വെച്ച് നോക്കുമ്പോൾ രണ്ടിടത്തും വലിയ ഡിമാൻഡ് ഇല്ലാത്ത സാധനമാണ് ജാഗ്വാർ. ഈവൻ ലാൻഡ് റോവറിന് കുറച്ചുകൂടി ഡിമാൻഡ് ഉണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അവർ ഡിഫൻഡർ അല്ലെങ്കിൽ പിന്നെ LR4 ആണെങ്കിലും ഇവിടെ പോകുന്നുണ്ട്. ബാക്കി നമ്മുടെ കേരളത്തിലാണെങ്കിലും അത്ര വലിയ ജാഗ്വാർ ഉണ്ട്. ഓക്കെ, ജാഗ്വാർ ഉണ്ട്, അതിനൊരു സ്റ്റാൻഡ് അലോൺ ലുക്ക് ഉണ്ട്, അതിനൊരു ഫാൻ ബേസ് ഉണ്ട്. പക്ഷെ അത്രയും ഈ സെയിൽ വൈസ് ജാഗ്വാർ അത്ര വലിയൊന്നുമില്ല. വളരെ എന്താ XLJ ഒക്കെ പോലത്തെ വലിയ അങ്ങനത്തെ വണ്ടികൾ ഒന്നോ രണ്ടോ കേരളത്തിൽ പറയുവാണെങ്കിൽ കല്യാണോട്ടത്തിന് വേണ്ടി ചെക്കനും പെണ്ണിന് പോകാൻ വേണ്ടി എടുക്കുന്ന വണ്ടി എന്നല്ലാതെ അങ്ങനെ വലിയ സെയിലൊന്നും ഉള്ള സാധനമൊന്നുമല്ലോ ജാഗ്വാർ. അതുകൊണ്ടായിരിക്കും മേ ബി അവര് അതിനെ ഒന്ന് ഫുള്ള് ഭയങ്കര അതിന്റെ ഫോണ്ട് ആണല്ലോ ഒരു ഭയങ്കര കർവി അങ്ങ് മാറി എല്ലാം. ഓക്കെ, ആ ജാഗ്വാർ എന്നുള്ള ആ ഒരു ഫോണ്ടും എല്ലാം അത് പിന്നെ അക്സെപ്റ്റബിൾ ആയിരുന്നു. ആ ലോഗോ ആ J മാറ്റിയിട്ട് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഫാഷൻ ഹാൻഡ് ബാഗിന്റെ ഒക്കെ ബക്കിള് വരുന്ന ഗുച്ചിയുടെ ആ ഗുച്ചി ലോഗോ കോപ്പി അടിച്ച് ഉണ്ടാക്കിയ പോലെ J കൂടെ വെച്ചിട്ട് എന്താണ് ഒരു കാർ ലോഗോയ്ക്ക് അങ്ങനെ. അതും ഏറ്റവും വലിയ സംഭവം ഇത്രയും നല്ലൊരു ലോഗോ, അതിനാരും ഇതുവരെ ഒരു നോയും പറയാത്തൊരു ലോഗോ ആയിരുന്നു ജാഗ്വാറിന്റെ ആ ഒരു റോറിങ് ഫേസ് ഉള്ള സാധനം. അത് മാറ്റിയിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഇലക്ട്രിഫിക്കേഷൻ ആക്കാനായിട്ടുള്ള സംഭവമായിരിക്കും. പക്ഷെ അതെന്താ ഭയങ്കര ഒരു ഫെയിലിയർ എന്ന് പറയാൻ പറ്റുന്ന ടൈപ്പ് ഒരു സംഭവം. ബ്രാൻഡിങ് ഫെയിലിയർ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഓവർ ദി ഇയേഴ്സ് അവരത് പ്രൂവൺ ആക്കിക്കൊണ്ടു. പക്ഷേ നല്ല പ്രൊഡക്ട്സ് വന്നു, അത് ഹിറ്റായി പോയി കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊന്നും ചിലപ്പോൾ ആരും കൺസിഡർ പോലും ചെയ്തില്ല. അവര് അത് ബേസിക്കലി ഈ മറ്റേ ഈ ചില ബ്രാൻഡ്സ് പെട്ടെന്ന് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റേ ഇപ്പൊ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സാംസങ്. എവിടെ പറഞ്ഞാലും അതേ പ്രശ്നമുള്ളൂ. മറ്റേ ഇമാര് ഫെയിലിയർ എന്ന് പറയാൻ പറ്റില്ല, ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികൾ പല ബ്രാൻഡ്സും കാണിക്കാറുണ്ട്. അത് പല ബ്രാൻഡ്സ് അല്ല, കുറെ പുതിയ ടീംസും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ, പുതിയ ബ്രാൻഡ്സ് ആട്ടെ, ഇൻഫ്ലുവൻസ് എങ്ങനെയുള്ള കുറെ ഒരു ആദ്യം ഒരു നെഗറ്റീവ് ഇതിലേക്ക് കൊണ്ടുവരും. കുറെ അതായത് ഞങ്ങളൊന്നും അറിയത്തില്ലാത്ത ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ വേറൊരു വേയിൽ അവർ പോയിട്ട് അതിൽ കൂടെ അവർ കുറെ നെഗറ്റീവ് പബ്ലിസിറ്റി കൂടെ കയറിയിട്ട്
അതിനെ മാർക്കറ്റ് ചെയ്യും. സന്തോഷ് പണ്ഡിറ്റ് പണ്ടത്തെ ഡോണ്ട് മെൻഷൻ എനി നെയിംസ്. പക്ഷെ പുള്ളി ഇപ്പൊ കിട്ടില്ല. ആരെയും പേരെടുത്ത് പറയാൻ നമ്മളും വലിയ ടീമുകളൊന്നും പേരെടുത്ത് പറയാൻ ആരും യോഗ്യതരല്ല. അയ്യോ, നമ്മൾ യോഗ്യരല്ല, നമ്മൾ പ്രൂവൺ അല്ലാത്തടത്തോളം കാര്യം നമ്മൾ ഇതിലൊന്നും. സോ ലൈക്ക് അത് എല്ലാവരുടെയും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കും എങ്ങനെയാണ് ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇപ്പം ജാഗർ ഇലക്ട്രിഫിക്കേഷനിലേക്ക് വരുന്നു, ഫുള്ളി ഇലക്ട്രിക് കാർസ് ഇറക്കുന്നു എന്ന് പറഞ്ഞ് മേ ബി ഓൾഡ് ലോഗോ ആൻഡ് ഓൾഡ് ഇതൊക്കെ ബ്രാൻഡിങ് വെച്ചിട്ട് ഇറക്കി കഴിഞ്ഞാൽ എല്ലാവരും പഴയ വണ്ടി അങ്ങനെ ഒരു സംഭവം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മാർക്കറ്റിൽ ഒരു സൗണ്ട് ഉണ്ടാക്കി, കേം അപ്പ് വിത്ത് എ ബ്ലാസ്റ്റ്. അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ, അതൊരു കോളിളക്കം അല്ലെങ്കിൽ ഒരു സൗണ്ട് ഒരു മാർക്കറ്റിലുണ്ട്. നല്ല രീതിയിലാണെങ്കിലും പീപ്പിൾ സ്റ്റാർട്ടഡ് ടോക്കിംഗ്, ഈവൻ വി സ്റ്റാർട്ടഡ് ടോക്കിംഗ്. അതാണ് ഫൈനലി എല്ലാവരുടെ മനസ്സിലും ആ ഒരു സംഭവം, ഈവൻ കാറുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോലും എല്ലാവരുടെ മൈൻഡിലും ഫൈനലി ജാഗ്വാർ ചേഞ്ച് ദ ലോഗോ ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ മെസ്. ദേ ഹാവിൻ കൺവേർഡ് വാട്ട് ദേ വർ ഗോയിങ് ടു ഡു. ആ ഒരു സംഭവത്തിലേക്ക് എല്ലാവരും എത്തിയപ്പോഴത്തേനും ഇതെന്താ ഉദ്ദേശിച്ചതെന്ന്, പക്ഷെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതാണ് നിങ്ങൾ ഈ ബ്രാൻഡിങ് ചെയ്യുന്നവരൊന്നും മണ്ടന്മാരല്ല എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഈ കോമൺ മാൻ ചിന്തിക്കുന്ന പോലൊന്നും ആയിരിക്കാൽ ചിലപ്പോൾ ഈ വലിയ കോർപ്പറേറ്റ് ചിന്തിക്കും. അവർക്ക് എല്ലാത്തിൻ്റെ അകത്തും ഒരു ഹിഡൻ അജണ്ട കാണും. സോ ഞങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്താലേ അതിന് ഇങ്ങനെ ചെല്ലുള്ളൂ എന്നുള്ളൊരു ഐഡിയ കാണും. ചിലപ്പോൾ നമ്മൾ കുറെ പേര് എഴുതുന്നുണ്ട്, ഈ ഇതെന്ത് മണ്ടന്മാർക്കൊന്നും ഉണ്ടാക്കാറില്ല, എന്നോട് പറഞ്ഞ ഇതിൽ നല്ലപോലെ ലോഗോ ഉണ്ടാക്കി കൊടുക്കാം. ഷവോമിയുടെ ലോഗോ സ്ക്വർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഷേപ്പ് ഉണ്ട്. അതിനൊരു പ്രത്യേക ഒരു മെഷർമെന്റ് ഉണ്ട്. അതിൽ ചെയ്തതാണ് സ്ക്വർക്കിൾ എന്ന് പറഞ്ഞ ഷേപ്പ്. അതൊരു സർക്കിളും അല്ല സ്ക്വയറും അല്ല, അങ്ങനത്തെ ഷേപ്പ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മില്യൺസ് അവരെന്തോ അങ്ങനെ മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിടയ്ക്ക് ഭയങ്കര ഇത് ചെയ്യാനാണോ ഇത്ര വലിയ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ഇട്ടായിരുന്നു. ബട്ട് എൻഡ് ഓഫ് ദി ഡേ അവരതാണ് അവരുടെ ഒരു പാത്ത് വേ, അവർക്ക് പോകേണ്ട ലൈൻ അത് കാരണം അവരത് ഫോളോ ചെയ്ത് അവരങ്ങ് പോയി. അതിപ്പം അതായത് വലിയ ബ്രാൻഡ്സ് അവരുടെ എനിക്കിതാണ് വേണ്ടത്. ഇപ്പം നമ്മളാണെങ്കിലും ചെറിയ കാര്യത്തിൽ നമ്മൾ ഭയങ്കര അഡമൻ്റ് ആയിരിക്കും, എനിക്കിങ്ങനെ തന്നെ വേണം, അതിനിപ്പം ഞാൻ ഇത്രയും സ്പെൻഡ് ചെയ്താലും എനിക്കിത് തന്നെ വേണം എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ചായ കുടിക്കാനായിട്ട് എനിക്ക് ഇവിടുന്ന് 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ആ ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ നമ്മൾ അഡമൻ്റ് ആയിട്ടിരിക്കുന്ന പോലെ നമ്മളെപ്പോലുള്ള നോർമൽ ചിന്തിക്കുമ്പോൾ ആ ബ്രാൻഡ് ഓക്കെ എനിക്ക് ഇങ്ങനെ പോയി ഇത് ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാശുള്ളവന്റെ അവൻ്റെതായ രീതിയിൽ അതാണ്. അപ്പം നമ്മൾ ഈ എല്ലാ ജാഗോറിന്റെ ലോഗോയെ കുറിച്ച് പറയുവാണെങ്കിൽ ആരും അത് നല്ലതാണ് എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞില്ല. 99.99% ആൾക്കാരും പറയുന്നത് വൈ ദിസ് ജാഗോർ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്തായിരിക്കും ചിലപ്പോൾ അവരുടെ ഒരു ഫസ്റ്റ് സക്സസ് വരുന്നത്. ലൈക്ക് വൈ ദിസ് എന്നുള്ളത് മേ ബി ഇൻ ഇയേഴ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ അവർ ചിലപ്പോൾ ഇനി അവരുടെ ഒരു ലൈൻ ചിലപ്പോൾ ഇനി ഒരു ലക്ഷറി ആ ഒരു പക്ഷെ എന്നാലും ജാഗോർ ഒരു ലക്ഷറി ഫൈനലി ഫൈൻസ് ലക്ഷറി വിത്ത് പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഇനിയും ഇലക്ട്രിഫിക്കേഷൻ ഓക്കെ, ഇലക്ട്രിക് കാർസിൽ പെർഫോമൻസ് കാർസ് ഉണ്ടെന്നുള്ളത് ഈവൻ നമ്മുടെ മഹീന്ദ്രയും ടാറ്റയും പോലും അവരുടെ കാർസ് പെർഫോമൻസ് കാർസിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പം ജാഗോറിനെ കൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ഉണ്ടാക്കാൻ പറ്റുകയെന്നല്ല. ഈവൻ ജാഗോറിന് നേരത്തെ ഉള്ള ഇലക്ട്രിക് കാർസും നല്ല പോലെ വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവര് തന്നെ പറയണം. നമ്മളെ എല്ലാരെയും മണ്ടന്മാരാക്കിക്കൊണ്ട് അവര് ഒരു സൈഡിൽ കൂടെ ഒരു ഒറ്റയ്ക്ക് വഴി വെട്ടിക്കൊണ്ട് പോകുന്നതാണോ എന്നുള്ളത് ജാഗറിനോട് തന്നെ ചോദിക്കേണ്ടി വരും. ഫൈനലി അതൊരു സക്സസ് ആയി വരട്ടെ. മേ ബി ലൈക്ക് ഒരു മാനുഫാക്ചറും ഒരാളും നശിച്ചു പോകണം എന്നുള്ളതല്ലോ. നന്നായി വരട്ടെ, എല്ലാവരും നന്നാവട്ടെ, നല്ല നല്ല പ്രൊഡക്ട്സ് ഇറക്കട്ടെ, അതിന് കോമ്പറ്റീറ്റ് ചെയ്ത് അതിലും നല്ല പ്രൊഡക്ട്സ് മറ്റും ഇറക്കട്ടെ. ഇതിലെല്ലാം നല്ലതായിട്ട് വന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും നല്ലത് ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് എല്ലാത്തുള്ളത്. ഇതിൽ ഒരെണ്ണം എല്ലാവരും ചീത്ത ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് പോയി പെടുന്നതിൽ നല്ലല്ലോ. എല്ലാവരും നല്ലത് ഇറക്കട്ടെ, നല്ലത് ഇറക്കിയിട്ട് അതിൻ്റെ അകത്തുണ്ടോ നമുക്ക് പിടിക്കണം. അതായത് പുതിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഐഫോണിന്റെ അല്ലെങ്കിൽ
ഡിസൈൻ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞ ഒരു വലിയൊരു പ്രശ്നം തന്നെ. അത് എനിക്ക് വന്നത് ആക്ച്വലി ഈ ഐഫോൺസ് യൂസ് ചെയ്യുന്നവർക്കല്ല ഈ ഡിസൈൻ ചേഞ്ച് ഇല്ല എന്നുള്ള സങ്കടം. സോ കോൾഡ് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്കാണ്. ആൻഡ്രോയിഡ് ഫാൻ ബോയ്, ആൻഡ്രോയിഡ് യൂസർ, നിങ്ങളുടെ ഫോണിന് എന്താ ഡിസൈൻ ചേഞ്ച് ഇല്ലാത്ത എന്ന് ചോദിക്കുന്നതാണ് എല്ലാവർക്കും. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു ഡിസൈനിലാണ് പോകുന്നത്. ഇപ്പൊ അവര് കുറെ ലീക്സ് ഇറക്കുന്നുണ്ട്, ഈ ഒരു ഡിസൈൻ ഇതൊക്കെയാണ് പുതിയ ഡിസൈൻ എന്ന് എല്ലാരും പറയുന്നുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് നിങ്ങളുടെ ഫോൺ എന്തുകൊണ്ട് ഇത്രയും ഡിസൈൻ ചേഞ്ച് ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്ത് വെക്കുന്നില്ല, അതൊക്കെയാണ് സംഭവം. നമുക്കിപ്പോ എന്ത് ഡിസൈൻ ആണെങ്കിലും, ഈ ക്യാമറ ആണെങ്കിലും അവര് പറയുന്ന ആ ഒരു ട്രയാങ്കിൾ ഇതില് ലെൻസ് അറേഞ്ച്മെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഏത് ലെൻസിൽ നിന്ന് വന്നാലും ആ ഒരു ഷിഫ്റ്റ് ഇല്ലാതെ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. മെയിൻ ഫോക്കൽ പ്ലെയിൻ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒറ്റ സെന്റർ അത് തന്നെ കിട്ടുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അത് അല്ലെന്ന് പ്രൂവൻ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് ഒരു പയ്യനൊരു വീഡിയോ ചെയ്ത് അത് ട്രയാങ്കിൾ വെച്ച് സ്പേസ് ഈക്വൽ ആണ്. അത് മറ്റേ ബാക്കിയുള്ള S24 ഒക്കെ നോക്കുമ്പോൾ സ്പേസ് ഡിഫറെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ആപ്പിൾ അതിന്റെ ഡിസൈൻ ചേഞ്ച് ചെയ്യാത്ത എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടായിരുന്നു. അല്ലെ പിന്നെ ഈ ആപ്പിളിന്റെ ഡിസൈൻ പണ്ട് മുതലേ ഒരു ചേഞ്ചും ഇല്ല. അവര് ഇറക്കിയപ്പോ മുതലേ അങ്ങനെ തന്നെയാണ്. എല്ലാ വർഷവും ഇത് തന്നെ ഡിസൈൻ എന്തുകൊണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലാരും ഓരോ ദിവസം ഇപ്പം iPhone 16 ഇറങ്ങുമ്പോഴേ എനിക്ക് തോന്നുന്നു അടുത്ത ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത സാധനം വരും, ഇതാണ് 17 ലീക്ക് എന്ന് പറഞ്ഞു. ഇതൊക്കെ ആപ്പിൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ആപ്പിളിൽ തന്നെ അറിയത്തില്ല. അവരിതുവരെ ഒന്നും പറഞ്ഞില്ല. നമ്മൾ തന്നെ കുറെ ഐഡിയാസ് ലൈക്ക് പുതിയ ക്രിയേറ്റേഴ്സ് എല്ലാം കൂടെ കയറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറെ സംഭവങ്ങൾ പുതിയ ഫോട്ടോഷോപ്പ് ചെയ്ത് ആപ്പിളിന് ഐഡിയാസ് കൊടുക്കുവാണ്. ഇങ്ങനെ ഫോൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഇങ്ങനെ 3 ക്യാമറ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ മേളിൽ ട്രയാങ്കിൾ വരച്ചിട്ട് സൈഡിൽ കൂടെ മറ്റേ ഫിഡ്ജറ്റ് സ്പിന്നർ പോലെ കുറെ കേവ്സ് ഒക്കെ കൊടുത്തു കഴിയും. ഇങ്ങനെ കൊടുത്തതെന്നുള്ളതായിരിക്കും കുറെ ഐഡിയാസ് ആപ്പിളിന് കൊടുക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഡിസൈനിന്റെ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ ആപ്പിൾ ഒരു 10 കൊല്ലം പുറകിൽ നിന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങളെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ എല്ലാം ഒന്ന് പഠിച്ചിട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യാതെ പറഞ്ഞാണ് ആപ്പിൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവര് വന്ന് ആരെന്ത് പറഞ്ഞാൽ മരുന്തയിലൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അടുത്ത കൊല്ലം ഇതൊക്കെ തന്നെ ഇറങ്ങുന്നുള്ളൂ. കൂടിപ്പോയാൽ ഞങ്ങള് ഡിസ്പ്ലേ ബസ്സിൽ ഇച്ചിരി ഒന്ന് കുറയ്ക്കാം. കാരണം മുഴുവൻ കുറയ്ക്കാൻ പറ്റില്ല, അതിന്റെ അടുത്ത കൊല്ലം വീണ്ടും കുറയ്ക്കാനുള്ളൂ. എന്തെങ്കിലും ചേഞ്ച് വരുന്നത് ഞങ്ങൾ ചെറുതായിട്ടേ മതി. ഒരു 5% ചേഞ്ച് വെച്ചിട്ട് ഞങ്ങൾ ഒരു ഫോൺ ഇറക്കും. എന്നിട്ട് അതിന്റെ അടുത്ത കൊല്ലം ഒരു 5% കൂടെ. 2 വർഷം അടുത്ത എനിക്ക് തോന്നുന്നു 2 വർഷത്തിനുള്ള ഡിസൈൻ അവർ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബസ്സിൽ കുറയ്ക്കുക, ബസ്സിൽ കുറയ്ക്കുക. ഇനി എല്ലാരും അത് പുറകെ പൊക്കോളും. നേരത്തെ ഒരിടയ്ക്ക് 14 ഇറങ്ങിയ സമയത്ത് നിറ്റ്സ് ആയിരുന്നു ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്. അന്നേരം ഉടനെ നിറ്റ്സ് കൂട്ടി. അത് കഴിഞ്ഞപ്പോ ആപ്പിൾ ബാറ്ററിയെ കുറിച്ച് കെയർ ചെയ്യാത്തതുകൊണ്ട് ആരും അതിന്റെ പുറകെ പോകുന്നില്ല. എന്തേലും ആട്ടോ ഇപ്പം ഡിസ്പ്ലേ പിന്നെ ഇനിയും ഇതാണ്, ഇനിയും നോച്ചലാണ് ബെസലും മറ്റേ നമ്മുടെ ഡൈനാമിക് ഐലൻഡ്. അതും ഇപ്പോഴേ കിടപ്പുണ്ട്. 17 അകത്ത് വരുന്നതിന് ഡൈനാമിക് ഐലൻഡ് കുറച്ചുകൂടെ ചെറുതാവും. ആക്ച്വലി ഡൈനാമിക് ഐലൻഡ് എനിക്ക് തോന്നുന്നില്ല ഇനിയും പുതിയ ടെക്നോളജി വല്ല ആപ്പിൾ കൊണ്ടുവന്നാലേ അത് ചെറുതാവും. നമ്മുടെ ലൈനപ്പില് ഇത് പില്ലല്ല മറ്റേ എന്താ റൗണ്ട് സർക്കിൾ ആ ഒരു ഇതിലോട്ട് വരുമെന്നാണ് കിടക്കുന്നത് കണ്ടേ. അത് എത്രമാത്രം വാലിഡ് ആണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കാരണം ആപ്പിളിന്റെ ഫേസ് ഐ ഡി ഫേസ് ഐ ഡി അത്രയും ക്ലിയർ ആണ്. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് വേണം. അത് തന്നെയാണ് അവർ കഴിഞ്ഞ പ്രാവശ്യം 14 ഡൈനാമിക് ഐലൻഡ് കൊണ്ടുവന്നതിന്റെ കാര്യമേ. ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ അവർക്ക് ഫേസ് ഐ ഡി ഫംഗ്ഷൻ ചെയ്യാനായിട്ട് അത്രയും സ്പേസ് വേണ്ടതുകൊണ്ടാണ് ഈ സാധനം അങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. അല്ലെ അതിനെ വേ ചെയ്യുന്ന എന്തെങ്കിലും, അതിന് മേളിൽ നിൽക്കുന്ന എന്തെങ്കിലും ടെക്നോളജി ഇവർ ഇറക്കിയാലേ ആ ഡൈനാമിക് ഐലൻഡ് എന്ന് പറഞ്ഞ സാധനം പോകുള്ളൂ. അല്ലാതെ എത്ര കണ്ട് ആരൊക്കെ പറഞ്ഞാലും അതിനൊരു ഫൈനലാകാതെ ഇവർ ഈ സാധനം മാറ്റത്തില്ല. ഇവൻ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ പോലും അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഫേസ് ഐ ഡി ചെയ്ത് എഫക്ട് ചെയ്യും. അല്ല കാരണം അവർക്ക് എന്താ ബാക്കി എല്ലാ കമ്പനികളും അണ്ടർ ഡിസ്പ്ലേ, ഈവൻ ഫോൾഡിന് പോലും ഉണ്ട് അകത്തെ ക്യാമറ അണ്ടർ ഡിസ്പ്ലേ ആണ്. വർക്ക് ചെയ്യുമോന്ന് വെച്ചാൽ വർക്ക് ചെയ്യും, പക്ഷെ ഫേസ് ഐ ഡി ആയിട്ട് വർക്ക് ചെയ്യാറ്. അതാണ് ഇവർ ഈ അണ്ടർ ഡിസ്പ്ലേ കൊണ്ടുവരാത്തതിനുള്ള കാരണം. ഫേസ് ഐ ഡി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മിനിമം ഗ്യാപ്പാണ് വെച്ചേക്കുന്നത്. അതിനെ വേണേ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ചൊരു പേരിന് ഈ ആൾക്കാർ പറയുന്ന പോലെ കുറച്ച് ട്രിം ചെയ്യാവുന്നല്ലാതെ അതിനൊരു വലിയ ചേഞ്ച് വരണമെങ്കിൽ
ഇവര് നല്ലപോലെ പണിയെടുക്കണം. അത് ഏതായാലും അത് അടുത്തൊരു 2 കൊല്ലം ഐഫോൺ ഒരു 20 22 ലെവലിലേക്ക് നോക്കിയാൽ മതി. ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ചാൻസ് കുറവാ. പൊതുവെ അവരുടെ എല്ലാം അങ്ങനെയാ. പണ്ട് മുതലേ 3G 3GS 4S 5S അതെല്ലാം സിമിലർ ഡിസൈൻ. 6 7 8 10 വന്നപ്പോഴത്തേനും മേജർ ഡിസൈൻ ചേഞ്ച് വന്നു. 10 പിന്നെ 11ലേക്ക് വന്നപ്പോഴാണ് ഇപ്പോഴത്തെ ഡിസൈൻ വന്നത്. അതിന് എല്ലാം കർവി ഒരു 12 ആയപ്പോ ഫ്ലാറ്റ് ആക്കി, 13 ആയപ്പോ 13 ഫ്ലാറ്റിൽ തന്നെ പോയി, 14 ഫ്ലാറ്റിൽ പോയി, 15 വന്നപ്പോ അതിന് റൗണ്ട് ആക്കി. അത് വളരെ ചെറിയ ചേഞ്ചസ് എല്ലാ വർഷവും അവരുടെ. അത് എന്തോരം പറഞ്ഞിട്ടും കാര്യം അതങ്ങനെ പറയേണ്ടവര് പറയുക. എല്ലാരും നിങ്ങൾ വേണേ മേടിച്ചാ മതി. അതിപ്പോ ആപ്പിൾ ചില സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം EMI അഡ്വൈസ് കൊടുക്കുന്നതാണല്ലോ. എന്തിനടേ അത്രയും കാശ്? കാശുള്ള മേടിക്കട്ടെ, ആവശ്യമുള്ള മേടിക്കട്ടെ. അതിപ്പം നമ്മളിപ്പം ഒരാളും, അതായത് ഈ ഫോൺ എടുക്കുന്നവരോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നൊന്നും ഈ മേടിക്കുന്നവരാരും മണ്ടന്മാരല്ല. നമ്മുടെ ഈ ഇന്ത്യയിൽ പോലും ഹമ്മർ EV ഇമ്പോർട്ടഡ് ഹമ്മർ EV 2 എണ്ണം ഉണ്ട്. ഇത്രയും കോടികൾ മുടക്കി, അതും കസ്റ്റമൈസ്ഡ്, ലൈക്ക് ആസ് ഇറ്റ് ഈസ് അല്ല, കസ്റ്റമൈസ്ഡ് വിത്ത് മൈ ഓൺ ടേസ്റ്റ്, ഇന്റീരിയർ കളേഴ്സും സ്റ്റിയറിംഗ് ചേഞ്ച് മാത്രമല്ല, ഇത്രയും കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഈ സാധനം വരുന്നത്. അപ്പൊ അതിന് ഈ ഇത്രയും ടാക്സ് കൊടുത്ത് വണ്ടിയുടെ പ്രൈസ്, അതിന്റെ മേളിൽ ടാക്സ്, എക്സൈസ് ഇതെല്ലാം കൊടുത്തിട്ടാണ് ഈ ഇറക്കുന്നതെങ്കിൽ അവൻ അത്രയും കാശ് മുടക്കി ഇറക്കാനായിട്ടുള്ള ഓക്കെ, ഫസ്റ്റ് തിങ് അവന് കാശുണ്ട്, സെക്കൻഡ് തിങ് അത് അവന്റെ ഒരു ആഗ്രഹമാണ്. അപ്പം ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി അവന് EMI കൊടുക്കുവോ, വീട് പണയം വെച്ച് മേടിക്കുവോ, ഫൈനലി ഇത് എല്ലാം കൂടെ നമ്മള് ഇത് ഇന്ന് നാളെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് പ്രത്യേകിച്ച് സംഭവമില്ല. ലീവ് ഫോർ ദ മൊമെന്റ്. നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട് ഇപ്പൊ അത് ചെയ്ത് ജീവിച്ചോളൂ. നിനക്കിപ്പം ഐഫോൺ എടുക്കാൻ ആഗ്രഹമുണ്ട്, ഐഫോൺ മേടിക്കുക. നിനക്ക് അതിനുള്ള കാശുണ്ട്, അല്ലെങ്കിൽ EMI എടുത്ത് നിനക്കത് അടയ്ക്കാനുള്ള പരുവുണ്ട്, ഡു ഇറ്റ്. അത് ഐഫോൺ ആണെങ്കിലും S24 ആണെങ്കിലും അല്ലാതെ ഞാൻ എനിക്ക് കുറെ വർഷം കഴിഞ്ഞ് നമ്മള് ഡ്രീം ടു ഗെറ്റ് ഇറ്റ് ഡൺ എന്ന് പറയാൻ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുവല്ല, നമ്മൾ ആ സംഭവത്തിലേക്ക് എത്തിപ്പെടുക, ഗോ ഫോർ ഇറ്റ്. അല്ലാതെ വെറുതെ ഞാൻ അത്രയും കാശ് ആയിട്ട് ചെയ്യാം മേടിച്ചിട്ട് അതിലേക്കുള്ള വേറെ വഴിയുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. EMI എല്ലാരും എന്താ പറയാ, ലക്ഷങ്ങൾ കൈ പിടിച്ചിട്ട് റെഡി ക്യാഷ് എന്നാ എടുത്ത് കൊടുത്തോ എന്ന് പറഞ്ഞ് ഒരുത്തിനും ഒന്നും ഇവിടെ അച്ചീവ് ചെയ്തിട്ട് ഗോ ഫോർ ഇറ്റ്. EMI കൊടുത്തോ അല്ലെങ്കിൽ എന്ത്